ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF Gaming. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ നമ്മുടെ ഇവിൽ നണ്ണായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിൽ നണ്ണിൻ്റെ മുമ്പത്തെ 2-3 എപ്പിസോഡ് നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. 2 എപ്പിസോഡ് എന്തോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു മെയിൻ ഡോർ എസ്കേപ്പും പിന്നെ നമ്മുടെ വാൻ എസ്കേപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു 3rd എസ്കേപ്പാണ് ഗൈസ്, നല്ല ക്രൊക്കഡിൽ എസ്കേപ്പ്. ബേസിക്കലി ഗൈസ്, ഞാൻ ഈ എസ്കേപ്പ് കുറേ വട്ടം കളിച്ചതാണ്, ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്തതാണ് ഗൈസ്. പക്ഷേ വീഡിയോ എടുത്തിട്ട് അറിയാതെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് പോയി ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ നമ്മളൊന്നും കൂടെ കളിക്കുന്നത് ഗൈസ്. ഇതിപ്പോൾ ഒരു ട്യൂട്ടോറിയൽ പോലെ എടുക്കാം ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ ഗൈസ് നമുക്ക് എല്ലാ എപ്പിസോഡിലും നമുക്ക് ആദ്യം തന്നെ ഒരു കേബിൾ കണ്ടുപിടിക്കണം ഗൈസ്, സ്മാൾ കേബിൾ. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ഇത് നേരെ കൊണ്ടുപോയി ഇവിടെ ഇതിലൊന്ന് ഫിറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ ഒരു ബട്ടൺ ഉണ്ട് ഗൈസ്, നമുക്കപ്പോൾ ആ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗൈസ്. ആ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എക്സ്ട്രാ കുറേ ഡോറൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, അതെല്ലാം തുറക്കും ഗൈസ്. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രോ ബാർ കാണും ഗൈസ്. അപ്പോൾ ആ ക്രോ ബാർ നമ്മൾ എടുക്കണം. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗൈസ്, ഈ മെൻസിൻ്റെ ഈ ടോയ്ലറ്റിലോട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ ഒരു ഡോർ വെച്ചിട്ട് ഇവിടെ ഒരു മെറ്റലല്ല വുഡൻ പ്ലാങ്ക് വെച്ചിട്ട് കുറേയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ഇങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ ഗൈസ്, ഇവിടെ ഇതുണ്ട് ഗൈസ്, നമ്മുടെ വാട്ടർ കൺട്രോൾ ലിഡാണ് ഗൈസ് ഇത്. ഈ സാധനം നമുക്ക് കുറേ സ്ഥലത്ത് ഇളക്കാറുണ്ട് ഗൈസ്, കുറേ ലേസ് 4 സ്ഥലത്ത് നമ്മളിത് ഇളക്കാറുണ്ട്. അതിന് മുമ്പായിട്ട് ഈ സാധനം നമ്മൾ എടുക്കണം ഗൈസ്. ആദ്യത്തെ ഒരു ലിഡ് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്, ഈ ഒരു സൈഡിലായിട്ട് ആ ലിഡുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഇവിടെയാണ് ഗൈസ് നമ്മുടെ ഒരു വാട്ടർ കൺട്രോൾ ലിഡ് ഉള്ളത്. ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ നമുക്ക് വേറെ 4 സ്ഥലത്ത് ക്ലോസ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്, അതെവിടെയൊക്കെയാണെന്ന്. ഒന്ന് ഗൈസ് എവിടെയാണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ ഇപ്പുറത്തെ റൂമിൽ ഒന്നുണ്ട് ഗൈസ്. ഇതിപ്പം 2 നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അടുത്ത എവിടെയെന്ന് വെച്ചാൽ ഇവിടെയാണ് ഗൈസ്, ഇവിടെ ഈ പാർക്ക് ഈ ഒരു ഏരിയയിലാണ് ഗൈസ്. 3ാമത്തെ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിൽ നണ്ണിൻ്റെ പ്രെയർ റൂം ഉണ്ടല്ലോ ഗൈസ്, അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ബാത്റൂമിലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ആയിട്ടാണ് ഗൈസ് പ്രെയർ റൂം, കുറച്ചപ്പുറത്താണ് ഗൈസ്. ഈ ലിഡും കൂടെ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തിരി മുമ്പ് ഈ നമ്മുടെ ഇപ്പം കിട്ടിയെങ്കിൽ ഇപ്പം അവിടെ പോയിരുന്നെങ്കിൽ അവർ നമ്മുടെ തലയിടിച്ച് പൊട്ടിച്ചെങ്കിൽ. ഓക്കെ ഗൈസ്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഇതെടുത്ത് അവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ ഗൈസ്. അപ്പം നമ്മൾ ആ വെള്ളം വരുന്ന എല്ലാ സ്ഥലവും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒന്നും ഇപ്പോൾ വെള്ളം വരാൻ പറ്റത്തില്ല, അവിടെ വെള്ളമൊന്നും കാണത്തില്ല ഗൈസ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട് ഗൈസ്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അത് നമ്മൾ ഇത് ഇറങ്ങിയിട്ട് ഗൈസ്, കണ്ട ഗൈസ്, ഇവിടെ ഒന്നും വെള്ളമില്ല. ഇതുകൊണ്ട് നമുക്ക് അങ്ങും ഇങ്ങും എല്ലാം നല്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാസ് ചെയ്ത് പോകാം ഗൈസ്. നേരത്തെ നമ്മൾ ബാക്ക് സൈഡിലോട്ട് വെള്ളം കൊണ്ടുപോയിരുന്നു ഗൈസ്, ഇവിടെ നമുക്ക് വരാൻ പറ്റത്തില്ല. അപ്പം കണ്ട ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ആ ലിഡൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ പോവാം. ഇവിടെയാണ് ഗൈസ് നമ്മുടെ ക്രൊക്കോഡിൽ എസ്കേപ്പ് നടക്കുന്നത് ഗൈസ്. ഇത് നമുക്ക് താഴെ റൂമുണ്ട് ഗൈസ്, അവിടെ നിന്നാണ് ഗൈസ് ഇതിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് കുറച്ച് കോയിൻസ് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. കോയിൻസ് എനിക്കിപ്പോൾ വേണ്ട. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ല ഗൈസ്. ഇവിടെ എന്താണ്? ഇവിടെയും റൂമുണ്ട് ഗൈസ്. ഇവിടെ താഴെ എന്താ? കോയിൻസ്. അവിടെയും കോയിൻസ് ഗൈസ്. നമുക്ക് കോയിൻസ് അത്ര ആവശ്യമില്ല. കോയിൻസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല ഗൈസ്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടും ഗൈസ്. ഓക്കെ ഗൈസ്, അവിടെ എന്താണ്? കോഗ് ഗൈസ്. കോഗ് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ, താഴെ ഒരു റൂമുണ്ട് ഗൈസ്, അതിൻ്റെ ഒരു പാർട്ടാണ് ഗൈസ് കോഗ്. ആദ്യം നമുക്കൊരു സ്വിച്ച് കണ്ടുപിടിക്കണം ഗൈസ്. കോഗ് നമുക്ക് അകത്തോട്ട് വെള്ളത്തിലോട്ട് ഇടാൻ പറ്റൂ. ഓ, നമുക്കവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ സ്ഥലമൊന്നും ഇല്ലയെന്ന് പറയാണ്. ഓക്കെ, അത് നല്ലൊരു അപ്ഡേറ്റാണ് ഗൈസ്. അപ്ഡേറ്റ് അല്ല, നല്ലൊരു കാര്യമാണ് ഗൈസ്. ഓക്കെ, നമുക്കൊരു സ്വിച്ച് കണ്ടുപിടിക്കണം ഗൈസ്. ഈ സ്വിച്ച് നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിക്കും.
ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും ഗൈസ്. നമുക്ക് സ്വിച്ച് ഒന്ന് തപ്പിയെടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സ്വിച്ച് താണ്ട് എവിടെ ഇരിപ്പുണ്ട് ഗൈസ്. സ്വിച്ച് കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറയാൻ നിൽക്കുകയായിരുന്നു ഗൈസ്. സ്വിച്ച് ഇവിടെ ഉണ്ട് ഗൈസ്. ഈ സ്വിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ഈ സ്വിച്ച് വെക്കണം ഗൈസ്. അവിടെ ആ സ്വിച്ച് നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ആ സ്വിച്ച് വെച്ച് ഓഫ് ചെയ്തോടെ ഇവിടുത്തെ വെള്ളം മൊത്തം അങ്ങ് താഴോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ കണ്ട ഗൈസ്, നമ്മുടെ ക്രൊക്കോഡിൽ അവിടെ പോയി കളിക്കുന്നുണ്ട് ഗൈസ്. അവിടെ കിടന്ന് നീന്തായിരുന്നു ഗൈസ്. ഭയങ്കര വലിയ ക്രൊക്കോഡിലാണ് ഗൈസ്. നമ്മളെ അത്ര ഉണ്ട്. ഇവിടെയാണ് ഗൈസ് നമ്മുടെ പണി നടക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റാഫ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. അതിന് നമുക്ക് 5 ഐറ്റംസ് വേണം ഗൈസ്. 4 ക്യാനും 4 ക്യാൻ നമ്മുടെ കന്നാസ് അതും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു സാധനം വേണം ഗൈസ്. ഒരു റൗണ്ട് എന്തോ ഒരു സാധനമാണ് ഗൈസ്. എൻ്റെ പേര് എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് നമ്മളിവിടെ വെച്ച് ഓൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ട ഗൈസ്, ഇവിടെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ അവിടെ കൊണ്ട് വെക്കണം. അയ്യോ, എന്നെ കൊല്ലരുതേ, ഞാനൊരു പാവമാണ് ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, ഞാൻ പണ്ടേ ഒരു പാവമാണ് ഗൈസ്. എന്നെ ഒന്നും ചെയ്യരുത്. ഓക്കെ, ഇവിടെ നിന്ന് കയറി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. പോടോ, നിനക്കെന്നെ പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ ഇവിളിൽ അമ്മച്ചി ഇവിടെ പറഞ്ഞ വളരെ കുറവാണ് ഗൈസ്. ഇനി അടുത്ത നമുക്കൊരു ക്യാൻ തപ്പിയെടുക്കണം ഗൈസ്. അവിടെ സൈഡിൽ ഈ ക്രൊക്കഡിൽ എത്തുമ്പോൾ നമ്മൾ വരുന്ന നേരത്തെ ഒരു സ്ഥലത്ത് പോയല്ലോ ഗൈസ്. അവിടെയും ഒരു ക്യാൻ കാണാൻ ചാൻസ് ഉണ്ട്. ക്രൊക്കഡിൽ ഇപ്പോൾ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടോ? പക്ഷെ ഇവിടെ ക്യാനൊന്നും അതിൻ്റെ അകത്തില്ലല്ലോ. എന്ത് പറ്റി? ഇവിടെ ക്യാനൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, അവിടെ ക്യാൻ ഇല്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു പരിപാടി സെറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ മുകളിൽ പോയി നമ്മുടെ ക്രോബാർ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ബ്രിക്കുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഇപ്പോൾ ഒരു ക്രാക്ക്ഡ് വാളാണ് ഗൈസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം കൊണ്ടുവയ്ക്കണം ഗൈസ്. നമ്മുടെ ക്രോക്കോഡൈലിന് ഡിസ്റ്റർബ് ആവുന്ന ഒരു സാധനം, നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മുടെ ഇവിലിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു സാധനം നമ്മളൊരു സ്ഥലത്തെടുത്തിടുമല്ലോ ഗൈസ്. ഒരു ചെറിയൊരു മീൻ. ഓക്കെ ഗൈസ്, അത് അവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഗൈസ് നമ്മുടെ ഇവിലിനെ അത് അട്രാക്റ്റ് ആയി അവിടെ തന്നെ നിൽക്കും ഗൈസ്. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ട് തന്നെ ഇവിലിനെ പോയി അവിടെ തന്നെ തമ്പടിച്ചിരിക്കും. അപ്പം ആ സാധനമാണ് ഗൈസ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമ്മൾ മുകളിൽ പോയി ആ സാധനം എടുത്തിട്ട് വരണം ഗൈസ്. ഇവിലിനെ താഴെയാണെന്നാണ് എൻ്റെ ഒരു ഇത് ഗൈസ്. ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അങ്ങറ്റത്തെ റൂമിലാണ് ഗൈസ്. ഇവിടെയൊക്കെ നമ്മൾ അതെടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിലിനെ വന്നാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇവിടെ നിന്ന് ഒളിച്ചിരിക്കാൻ പോലും സ്ഥലമില്ല. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോവാം ഗൈസ്. ഇതാണ് നല്ലത്. എന്നിട്ട് അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു ഗൈസ്. ഒരു എക്സ്ട്രാ ഒരു വഴി, ഒരു മുകളിലോട്ട് കയറി വരാനുള്ള ഒരു ലാഡർ ഉണ്ടായിരുന്നു ഗൈസ്. അതെവിടെയാണ് വന്ന് നിൽക്കണമെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ ഈ ഒരു വെൻറ്റിൽ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം അത് നമ്മൾ അകത്തുനിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് നേരെ അവിടെ താഴെ കൊണ്ടുപോയി വയ്ക്കാം. അവിടെ നമ്മുടെ ക്രൊക്കഡിലിനെ കാണുന്നില്ല. ഓക്കെ, അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓൾ സെറ്റ്. ഇത് നമുക്ക് മുകളിലോട്ട് അങ്ങ് കയറി നിൽക്കാം. എവിടെ ക്രൊക്കഡിലൂടെ കുറച്ചും കൂടെ കയറിക്കാം. നമുക്ക് ഇവിടെ ഒന്ന് സിനിമ കാണാമെങ്കിൽ ആദ്യം നമ്മുടെ ക്രൊക്കഡിൽ ചെറുതായിട്ടൊന്ന് കടിക്കാൻ പോയിട്ട് തിരിച്ചങ്ങ് കറങ്ങി പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ബാക്കിൽ നിന്ന് ചാടിക്കടിച്ച് ഗൈസ്. ഓക്കെ, അവിടെ മൊത്തത്തിൽ കുളമാക്കിയിട്ടിട്ടുണ്ട്. എണീറ്റാ ഞാൻ പോട്ടെ. അയ്യോ, അപ്പം അത് പിടിച്ച് തിന്നെങ്കിൽ പോകാം ഗൈസ്. നമുക്ക് ഫിറോസിക്കാനെ വിളിക്കാം ഗൈസ്, പിന്നെ പൊരിച്ച് തിന്നാൻ. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ മുകളിൽ കുറച്ച് നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ. അത് നമ്പേഴ്സ് അല്ല ഗൈസ്, കുറച്ച് ഫോട്ടോസ് കണ്ട ഗൈസ്. ഈ ഫോട്ടോ കയ്യിലുള്ളതാണ് ഗൈസ്. അന്ന് നമ്മൾ ഓരോ സാധനത്തിൻ്റെ ഈ നമ്പർ വെച്ച് നമ്മൾ ഡീകോഡ് ചെയ്യണം ഗൈസ്. പക്ഷേ അതിലൊരു നമ്പർ ഇവിടുത്തെ ഒരു ഫോട്ടോയിലും ഇല്ല.
നമുക്ക് കുറച്ച് പ്രശ്നമായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ചുമ്മാ കറക്കി കുത്തി അടിച്ചടിച്ച് അവസാനം നമുക്ക് ആ ലോക്ക് ശരിയായിട്ടുണ്ട് ഗൈസ്. ആദ്യം തന്നെ ഈ ഒരു കന്നാസ് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, അതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇവരിത് അവിടെ നിന്നു പക്ഷെ ആദ്യം കണ്ടില്ല. ഓക്കെ, ഇങ്ങോട്ട് വന്നേ നീ, നമുക്ക് ഇറങ്ങിപ്പോട്ടെ. അപ്പം ശരി, എല്ലാം പറഞ്ഞു വരാം. ഓക്കെ, ഇവരിപ്പോൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പണി സെറ്റ് ചെയ്യാനുണ്ടോ? ആ പണി നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ കഴിച്ചു. കാരണം വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ സാധനം എന്താ, ക്ലൗഡ് ഡോറ്, ഒരു ചിറക് വാട്ടർ. ഇതെല്ലാം നമ്മൾ അവിടെ ഡീകോഡ് ചെയ്തെടുക്കുന്ന കേസ്. ആ നടുക്കുള്ള ഡോറ് ആ ഒരു സാധനത്തിൽ ഇല്ല കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പോയി എല്ലാം ഡീകോഡ് ചെയ്തെടുത്തിട്ട് വരാം കേസ്. ഓക്കെ, നമ്മുടെ ഇവരിൽ നിന്ന് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു കേസ്. ഇപ്പം കാണുന്നില്ല. ഇവർ കറങ്ങി വന്ന കേസ്, കാളത്തള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പോയി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യും കേസ്. മറ്റേ ഈ ടൈമൊന്നും നമുക്ക് ആ ലോക്കൊന്നും കിട്ടുന്നില്ല കേസ്. ആ ലോക്ക് ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലോക്കൊന്ന് കണ്ടുപിടിക്കാം. കേസ് ഇത് കുറേ നേരമായി ഞാൻ നോക്കുന്നു കേസ്. ഞാൻ ഇങ്ങനെ എല്ലാം അങ്ങ് മാറ്റി അടിച്ചു നോക്കി കേസ്. തുറന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനമാണ് കേസ് കിട്ടി. ഇതെന്താ, എന്തോ ഒരു സാധനം നമുക്ക് കിട്ടി കേസ്. അയ്യോ, തള്ള പറഞ്ഞു. ഇവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല കേസ്. എങ്ങനെയെങ്കിൽ പാവമല്ലേ, ഞാൻ രക്ഷപ്പെട്ടു പോട്ടെ ഞാൻ. ഓക്കെ, ഇത് നമുക്ക് നേരെ കൊണ്ടുപോയി ആ റാഫ്റ്റിലോട്ട് വയ്ക്കാം. വേറെ നമുക്ക് കേസ് നമുക്ക് പിന്നെ ഒരൊറ്റ കന്നാസം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ഇവരിൽ നിന്ന് അമ്മച്ചെ കാണുന്നില്ല. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കാണുന്നില്ല കേസ്. ഇവരിൽ നിന്നാണ് അമ്മച്ചി നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട് കേസ്. ബിഗ് പ്രോബ്ലം ആണ് കേസ്, ഭയങ്കര പ്രശ്നം. തള്ള നമ്മുടെ അടുത്തെവിടെയോ ഉണ്ട് കേസ്. പക്ഷെ നമ്മൾ ഒളിക്കുന്നതൊന്നും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേസ്. കണ്ടില്ല കേസ്. ഇതെന്തോ കേസ്, ഞാൻ കുറേ നേരം കേസ് ഇവരെ ഫ്രണ്ടിൽ നിന്ന് മാറിയിട്ട് പക്ഷെ എന്നെ പിടിച്ചു കേസ്. ലാസ്റ്റ് ഞാനത് കോയിൻ എക്സ്ട്രാ കൊടുത്തിട്ടാണ് കേസ് ഈ ലൈഫ് കിട്ടിയത്. ഓക്കെ, ഭയങ്കര പ്രശ്നമാണ് കേസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഒരു കന്നാസം കൂടെ കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നു. ഇത്ര നേരം എന്നറിയാമോ ഗൈസ് ഈ സാധനത്തിനെ നോക്കാൻ തുടങ്ങിയിട്ട്? കുറേ നേരം ഗൈസ്. ഞാൻ ഇവിടെ മൊത്തം 3-4 വട്ടം ഇവിടെ നോക്കി ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇതുവരെ കണ്ട ആൾക്കാരാണെങ്കിൽ ഗൈസ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. ഇതൊരു 35 മിനിറ്റത്തെ ഒരു വീഡിയോ ആണ് ഗൈസ്. ഞാൻ ഇത്ര ഷോർട്ടാക്കി ഇത്ര ആക്കിയത് ഗൈസ്. ഓക്കെ, അപ്പം ഇപ്പോൾ തന്നെ ഗൈസ് നമ്മുടെ ക്രോക്കോഡിൽ എസ്കേപ്പ് അത് കംപ്ലീറ്റ് ആവും ഗൈസ്. ഓക്കെ, നമ്മുടെ ക്രോക്കോഡിൽ പോയിട്ടുണ്ട്. അതിൽ തല കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ക്രോക്കോഡിൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകും ഗൈസ്. ഞാൻ കഴിഞ്ഞ വട്ടം ഇത്രയൊന്നും എത്തില്ല ഗൈസ്. ഏറെക്കുറെ എല്ലാ സംഭവവും കണ്ടുപിടിച്ചതിൻ്റെ ശേഷം ഗെയിം ബഗ്ഗായിപ്പോയി. പിന്നെ ഞാൻ അത് അത്ര തന്നെ എടുത്തുള്ളൂ ഗൈസ്. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് കാണുന്നില്ല ഗൈസ്. ബിഗ് പ്രോബ്ലം ആണ് ഗൈസ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാവർക്കും ബൈ.